ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ കൺസെൻ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് വരുന്നത്. പാർട്ടീസ് സ്വന്തം താല്പര്യത്തോടു കൂടിയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിലെ ടേംസും കണ്ടീഷൻസും ഒക്കെ മനസ്സിലാക്കി സ്വന്തം താല്പര്യത്തോടു കൂടിയിട്ടാണ് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ ഫ്രീ കൺസെൻ്റ് എന്ന് പറയും. ഇനി പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് കൊയേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെൻറ്റേഷനിലോ മിസ്റ്റേക്കിലൂടെയോ ഇങ്ങനെ ഏതെങ്കിലും കാരണത്തോടു കൂടിയാണെങ്കിൽ അവിടെ കൺസെൻ്റ് എന്തല്ല, ഫ്രീ അല്ല. ഇതിൽ നമ്മൾ കൊയേഷൻ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് നോക്കാം. Undue influence. Section 16. When a party enters into a contract under any kind of mental pressure, unfair influence or persuasion by the superior party, the undue influence is said to be employed. According to Section 16, subsection 1 of the Act, a contract is said to be induced by undue influence where the relations subsisting between parties are such that one of the parties is in a position to dominate the will of the other and uses that position to obtain an unfair advantage over the other. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിലെ ഡെഫിനിഷൻ പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ സ്വാധീനിക്കാനുള്ള പവർ ഉണ്ടാവുകയും ആ പവറുള്ള വ്യക്തി ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി ആ പവർ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള പവർ ഉണ്ടാവാം. ഈ പവറുള്ള ആൾ അയാൾക്ക് ആ പവർ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പവർ യൂസ് ചെയ്തിട്ട് മറ്റേ അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 2 എ പേഴ്സൺ ഈസ് ഡീംഡ് ടു ബി ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദി വിൽ ഓഫ് അതർ ഈസ് ദി ഫോളോയിങ് കേസസ്: റിയൽ ഓർ അപ്പറന്റ് അതോറിറ്റി, where he holds a real or apparent authority over the other. Example, master and servant, parent and child, income tax officer and assessee, etc. Next, fiduciary relationship. Fiduciary relation means a relation of mutual trust and confidence. Example, guardian and ward, solicitor and client, doctor and patient, guru and discipline, trustees and beneficiaries, etc. Third one, mental distress, where he contracts with a person whose mental capacity is temporarily or permanently affected by reason of age, illness or mental or bodily distress. ഡൊമിനൻ്റ് പൊസിഷനിലുള്ള പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 ഏതൊക്കെ പേഴ്സണാണ് ഡൊമിനൻ്റ് പൊസിഷനിലുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഡൊമിനൻ്റ് പൊസിഷനിലുള്ള ആൾക്കാർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഫസ്റ്റ് റിയൽ ഓർ അപ്പറൻറ്റ് അതോറിറ്റി, അതായത് മറ്റൊരാളുടെ മേൽ വളരെ വ്യക്തമായ അതായത് പ്രകടമായ ഒരു അതോറിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. ഇവിടെ മാസ്റ്ററിന് സെർവൻറ്റിൻ്റെ മുകളിൽ പ്രകടമായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം മാസ്റ്ററിന് സെർവൻറ്റിൻ്റെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി യൂസ് ചെയ്തിട്ട് മാസ്റ്റർ സെർവൻറ്റിനെ മാസ്റ്ററിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കാം. ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റ് ആയിരിക്കും. മാസ്റ്ററിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ അപ്പോൾ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റാണെന്ന് പറയാം. കാരണം അയാളുടെ അതോറിറ്റി യൂസ് ചെയ്തിട്ടാണ് അവിടെ സെർവൻറ്റിനെ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുമായിട്ട് നമുക്ക് വിശ്വാസപരമായ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ്, ഇങ്ങനെയുള്ള ഈ വിശ്വാസപരമായ റിലേഷൻ കാരണം ഡോക്ടർ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് അതായത് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ പേഷ്യൻറ്റിൻ്റെ എൻട്രി ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഡോക്ടർ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്
ഈ ഡോക്ടർ എന്ന പവർ യൂസ് ചെയ്തിട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിച്ചാൽ. അതല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഡിസ്ട്രെസ് കാരണം ഒരു വ്യക്തി ഒരു മെൻ്റൽ ഡിസ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഏജ് കാരണോ അല്ലെങ്കിൽ ഇല്ലസ് കാരണോ അല്ലെങ്കിൽ ബോഡി ഡിസ്ട്രെസ്സിലിരിക്കുന്ന അവസരത്തിൽ അവരെ കൊണ്ടൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിച്ചാൽ, അങ്ങനെയുള്ള കോൺട്രാക്റ്റിനൊക്കെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എൻട്രി ചെയ്ത കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റ് എങ്ങനെയൊക്കെയുള്ളതാണ്? മറ്റൊരാളുടെ മേൽ വളരെ വ്യക്തമായ പ്രകടമായ ഒരു അതോറിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ അതോറിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരാളൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുമായി ഒരു വിശ്വാസപരമായ റിലേഷൻ ഉള്ള ആളുകൾ ആ റിലേഷൻഷിപ്പ് മിസ്യൂസ് ചെയ്തിട്ട് അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ മെൻ്റൽ ഓർ ഫിസിക്കൽ ഡിസ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിലൊക്കെ എൻട്രി ചെയ്യിപ്പിക്കുക. ഈ സമയങ്ങളിലുള്ള കോൺട്രാക്റ്റുകളൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ എൻട്രി ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളാണെന്ന് പറയാം. Distinction between coercion and undue influence. Nature of force. Coercion involves physical force. Undue influence involves moral pressure. Relationship. Parties to a contract may or may not be related to each other in correlation. In undue influence, parties to a contract are related to each other under some sort of relationship. Consent. In coercion, consent is obtained by giving a threat of an offense or committing an offense. Under undue influence, consent is obtained by dominating the will. Coercion can be exercised by even a stranger to the contract. Undue influence can be exercised only by a party to a contract and not by a stranger. Perception. Coercion has to be proved by the aggrieved party in it. It is not presumed by the law. There is a perception of undue influence in case of certain relationship. In coercion, aggrieved party who is resigning the contract has to return the benefit received to the other party. Coercion, aggrieved party may or may not be required to return the benefit in whole or in part as per court direction. Criminal element. Coercion is criminal liability. It entails criminal liability. Undue influence does not involve any criminal liability. Place of use. The act or the threat amounting to coercion may be committed even outside India. Undue influence have been exercised in India. ഇനി നമുക്ക് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നാച്ചർ ഓഫ് ഫോഴ്സ്. ഇൻ കൊയേഷൻ ഇറ്റ് ഇൻവോൾവ്സ് ഫിസിക്കൽ ഫോഴ്സ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇൻവോൾവ്സ് മോറൽ പ്രഷർ. കൊയേഷനിൽ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നത് ഫിസിക്കൽ ഫോഴ്സ് യൂസ് ചെയ്താണ്. ഫോർ എക്സാമ്പിൾ XY അടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുന്നത്. ഇവിടെ അടിക്കുക എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫോഴ്സ് കാരണമാണ് Y ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ത്രെറ്റനിങ് ഒക്കെയാണ് കൊയേഷനിൽ വരുന്നത്. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഇറ്റ് ഇൻവോൾവ്സ് മോറൽ പ്രഷറാണ്. അതായത് നമ്മൾ ആ വ്യക്തിൻ്റെ പവറിൻ്റെ സ്വാധീനത്തിൽ ഒരു കോൺട്രാക്റ്റിലാണ് എൻട്രി ചെയ്യുന്നത്. ഇനി റിലേഷൻഷിപ്പ്. പാർട്ടീസ് ടു എ കോൺട്രാക്ട് may or may not be related to each other. But in undue influence, parties to a contract are related to each other under some sort of relationship. കൊയേഷനിൽ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് വേണമെന്നുള്ള നിർബന്ധമൊന്നും കൊയേഷനിലില്ല. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം. പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ അണ്ടർ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഒന്നല്ലെങ്കിൽ പാരൻ്റ് ആൻഡ് ചൈൽഡ് എന്നുള്ള റിലേഷൻ, അല്ലെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് റിലേഷൻ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഉണ്ടായിരിക്കണം കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തമ്മിലാണ്. നെക്സ്റ്റ്, കൺസെൻറ്റ്. കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഗിവിംഗ് ത്രെറ്റ് ഓഫ് ആൻ ഒഫൻസ് ഓർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് അണ്ടർ കൊയേഷൻ. But in undue influence, consent is obtained by dominating the will. നമ്മൾ കൊയേഷൻ്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്,
കൊയേഷനിൽ എൻ്റർ ചെയ്യുന്നത്, അതായത് കൊയേഷനിൽ ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഒരു വ്യക്തിയെ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി പിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പിരിച്ചു വെക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള സമ്മതം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നമ്മളെ പ്രോപ്പർട്ടി പിടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പിടിച്ചു വെക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടോ ഇങ്ങനെയുള്ള ത്രെറ്റിലൂടെ ആണ് കൺസെൻറ്റ്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൊയേഷനിൽ. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡൊമിനേറ്റിംഗ് ദി വിൽ. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അതായത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടീനെ സ്വാധീനിക്കാനുള്ളൊരു പവറുണ്ട്. ആ പവർ യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടി അൺഫെയർ അഡ്വാൻറ്റേജ്, പവറുള്ള പാർട്ടി അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പവർ യൂസ് ചെയ്തിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കൺസെപ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി coercion can be exercised by even a stranger to the contract, but undue influence can be exercised only by a party to a contract, not by a stranger. അതായത് കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലാത്ത സ്ട്രേഞ്ചർക്ക് വേണമെങ്കിലും കൊയേഷനിലൂടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, എക്സിന് വൈനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സെഡിനെ കൊണ്ട് വൈനെ ഭീഷണിപ്പെടുത്തി. ഇവിടെ ഈ കൊയേഷൻ നടത്തുന്നത് തേർഡ് പാർട്ടിയാണ്. അതായത് സെഡ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. സെഡ് എക്സിന് വേണ്ടിയിട്ടാണ് വൈനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതിൽ എക്സും വൈയും മാത്രമേ ആ കോൺട്രാക്റ്റിലെ പാർട്ടിയുള്ളൂ. ഈ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിട്ട് സെഡ് തേർഡ് പാർട്ടിയാണ്. ഇങ്ങനെ തേർഡ് പാർട്ടിക്ക് പോലും കൊയേഷൻ എക്സൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്യാൻ ബി എക്സൈസ്ഡ് ഓൺലി ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് ആൻഡ് നോട്ട് ബൈ എ സ്ട്രേഞ്ചർ. കോൺട്രാക്റ്റിംഗ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മീൻസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അണ്ടർടേക്ക് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അവിടെ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ്, perception. Coercion has to be proved by the aggrieved party and it is not presumed by the law. There is a presumption of undue influence in case of certain relationship. അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊയേഷൻ പ്രൂവ് ചെയ്യണം. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ പെർസെപ്ഷൻ സെർട്ടൻ റിലേഷൻഷിപ്പിൽ തന്നെ വിസിബിൾ ആണ്. നെക്സ്റ്റ്, restoration of benefit. The aggrieved party who is resigning the contract has to return the benefit received to the other party. അഗ്രീവ്ഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിനൊക്കെ കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റും ഒക്കെ അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊയേഷൻ്റെ കേസിലുണ്ടാവും. കാരണം ഈ കോൺട്രാക്റ്റ് അയാൾക്ക് സ്വന്തം താല്പര്യത്തോട് കൂടിയിട്ടല്ല ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എൻ്റർ ചെയ്തതെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആവും. വോയിഡബിൾ ആവുന്ന സമയത്ത് ഈ അഗ്രീഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അയാൾ ആ നഷ്ടം അയാൾക്ക് എന്താണോ അത് തിരിച്ചു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ആരാണോ ആ കോൺട്രാക്റ്റിൽ അങ്ങനെ നിർബന്ധിച്ച് എൻ്റർ ചെയ്യിച്ചത് ഭീഷണിപ്പെടുത്തിയത് അയാൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ ഇൻ കേസ് ഓഫ് undue influence, the aggrieved party may or may not be required to return the benefit in whole or in part as per court's direction. undue influenceൻ്റെ കേസിൽ കോർട്ടിൻ്റെ ഡിസിഷൻ്റെ ബേസിലാണ് അഗ്രീവ്ഡ് പാർട്ടിക്ക് ബെനിഫിറ്റ് ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ ഒക്കെ തിരിച്ച് കിട്ടുന്നതിൻ്റെ അതായത് കോർട്ടാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. ക്രിമിനൽ എലമെൻറ്റ്. കൊയേഷൻ is a criminal activity. Undue influence, it does not involve any criminal liability. കൊയേഷൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ക്രിമിനൽ ലയബിലിറ്റിയാണ്. പക്ഷേ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ നമ്മൾ ആ പവർ യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നുമല്ല. അവരവരുടെ പവർ മിസ്യൂസ് ചെയ്യുകയാണ് മാത്രമാണ് ചെയ്യുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ.
നെക്സ്റ്റ് പ്ലേസ് ഓഫ് യൂസ്. ദി ആക്ട് ഓർ ത്രെറ്റ് അമൗണ്ടിങ് ടു കൊയേഷൻ മേ ബി കമ്മിറ്റഡ് ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഒരാൾ നമുക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നോ ഭീഷണിപ്പെടുത്തിയാലും അതിന് കൊയേഷൻ എന്ന് പറയും, കൊയേഷനിൽ വരും. പക്ഷേ ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എക്സൈസ്ഡ് ഇൻ ഇന്ത്യ ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആവുന്ന സമയത്ത് അത് ഇന്ത്യയിൽ തന്നെ എക്സൈസ് ചെയ്തതാണ്. ഇത്രയാണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ്.